ഹായ് ഹലോ, സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പെയ്തു തീരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് കേട്ടാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീനക്കുട്ടി വരികയാണ്, എറണാകുളത്തേക്ക് വരിക, രേവതിക്കുട്ടിയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ രേവതിക്കുട്ടിയും നമ്മുടെ എന്താ പറയുക, അവർ ആ കുട്ടി നിൽക്കുന്ന വീട്ടിൽ അവരുടെ പേര് അവരും കൂടെ രണ്ടുപേരും കൂടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ പറച്ചിൽ എന്താ വെച്ചാൽ സംസാരിക്കുന്നത് ഇതാണ്: അലീനയ്ക്ക് ഒരു പട്ടികളെയും പേടിയില്ല, പട്ടികളെല്ലാം അലീനയോട് ഭയങ്കര സ്നേഹം കാണിക്കുക, അലീന പറഞ്ഞതനുസരിക്കും. ഇനിയിപ്പോൾ തെരുവ് പട്ടികളാണെങ്കിൽ പോലും അലീനയോട് ഭയങ്കര സ്നേഹമാണ് അവറ്റയ്ക്ക്. അതുപോലെ തനിച്ചൊക്കെ പോകുമ്പോൾ വല്ല പട്ടിയും കൂടെ വരികയാണെങ്കിൽ കുറേ ദൂരമായില്ലടാ നീ വന്നിട്ട്, അവിടെ നിന്നോ പറഞ്ഞാൽ പട്ടി അവിടെ നിൽക്കും. അങ്ങനെ പട്ടി പുരാണം പറഞ്ഞ് കൊടുക്കുകയാണ് നമ്മുടെ അവരുടെ പേര് നെൽസമ്മാണോ എന്താണെന്ന് തോന്നുന്നു അവർക്ക്. അപ്പോൾ പിന്നെ അത് കേട്ട് ഇവരിങ്ങനെ അതിശയിച്ച് ഇങ്ങനെ കേട്ട് നിൽക്കണം. അത് നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ അങ്ങനെ കഥ പറയും പോലെ പറഞ്ഞു കൊടുക്കുക. പറയും അപ്പോൾ അലീനയ്ക്കൊരു പേടിയില്ലേ പട്ടികളെ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഒരു പേടിയില്ല ആൻറ്റി, ഭയങ്കര അതുമല്ല ഭയങ്കര സ്നേഹമാണ്. അത് അതിശയം എന്താ വെച്ച് കഴിഞ്ഞാൽ അലീന ചേച്ചി എന്ത് പറഞ്ഞാലും ഈ പട്ടികളൊക്കെ അനുസരിക്കും എന്നുള്ളതാണെന്ന് അറിയാം. അതിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും കാണാം ഒരു ഓട്ടോ വരണം. ഓട്ടോ വരുമ്പോൾ പറയും ആരോ വരുന്നുണ്ടല്ലോ ഓട്ടോയിൽ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നോക്കുമ്പം രണ്ടുപേരും ഇങ്ങനെ നോക്കുകയാണ്. അപ്പം നമ്മുടെ മാമച്ചനും വന്ന് ബാൽക്കണിയിൽ നിന്നിട്ട് ഉമ്മർത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു സിറ്റ് ഔട്ടിൽ. ഒരു വീടാണ് അവരുടെ വീട് കേട്ടോ, നല്ല രസമുള്ളൊരു വീടാണ്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുമ്പം കാണാം നമ്മളുടെ അലീന ഇറങ്ങുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പട്ടിക്കോ മറ്റോ ചോറ് കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ സംഭാഷണം. ഈ ഈ അലീനയെ കാണുമ്പം കയ്യിലെ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കണു, ഉമ്മ വയ്ക്കണു, സ്നേഹപ്രകടനം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചേച്ചിയെപ്പറ്റി ഇപ്പം പറഞ്ഞോളൂ, ഇത് അപ്പോഴേക്കും എവിടുന്ന് ഈ പൊട്ടി വീണേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി മാറി, ഞാൻ ഓട്ടോയുടെ കാശ് കൊടുക്കട്ടെ എന്നൊക്കെ പറയണേ. അത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഓട്ടോക്കാരനും ചിരിക്കുകയാണ് ഇതിൻ്റെ സ്നേഹപ്രകടനം കണ്ടിട്ട്. അങ്ങനെ അവർ നീ നിൽക്കുക, ഞാൻ ആ കവർ എടുക്കട്ടെ ഈ ഓട്ടോ എന്ന് പറയും. അത് ഞാനെടുക്കാം എന്ന് പറയും. അങ്ങനെ ആ കവർ എടുത്തുകൊണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ചിരിക്കുന്നുണ്ട് അവർ, ചിരിക്കുകയാണ്. എന്താണ് സൂസൻ എന്നാണ് മറ്റു തോന്നുന്നു അവരുടെ പേര് കേട്ടോ, പേര് മറന്നുപോയി. അപ്പോൾ അവരങ്ങനെ ചിരിച്ച് സംസാരിച്ചിട്ട് പറയും, വാ ചേച്ചി വാ ഞാൻ കൊണ്ടുപോകാം, ചേച്ചിക്ക് ഞാൻ എന്താ തരുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാം. പറയും എടി നീ എന്താ ഈ കാണിക്കുന്നത്, അവരെന്താ വിചാരിക്കുക എന്ന് നോക്കുമ്പോൾ അവരൊന്നും വിചാരിക്കില്ല, ചേച്ചിക്ക് ജ്യൂസ് എന്താ വേണ്ടത് കുടിക്കാൻ പറയും. അപ്പോൾ അത് അപ്പോഴേക്കും മാമച്ചനും പറയും, കണ്ടോ മാമച്ച, അവളുടെ അലീന ചേച്ചി വന്നപ്പോഴേക്കും പിന്നെ നമ്മളെ അവൾക്ക് വേണ്ടതായി എന്നൊക്കെ ഇങ്ങനെ പറയും. ആ എൻ്റെ ചേച്ചിയാണെന്നറിയും, എൻ്റെ സ്വന്തം ചേച്ചി, ഇത് വേറെ ആരുടെയും ചേച്ചിയല്ല എന്നൊക്കെ പറയും. അങ്ങനെ രേവതിക്കുട്ടി കേട്ടോ. അപ്പോൾ അവരുടെ ചേച്ചിയുടെ അനിയത്തിയുടെയൊക്കെ സ്നേഹം കണ്ടിട്ടേ ഇവരെ കണ്ണ് വെച്ച് പോയിരിക്കുകയാണേ. അപ്പോൾ പറയും, പറ ചേച്ചിക്ക് എന്താ കുടിക്കാൻ വേണ്ടത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും അതെ ഞങ്ങളെ വീട്ടിൽ വന്ന ആൾക്കാർക്ക് ഞാൻ കുടിക്കാൻ കൊടുത്തോളാം എന്ന് പറയും. അതിപ്പം വേണ്ട, എൻ്റെ ചേച്ചിക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അപ്പോൾ പറയും അതെങ്ങനെ ശരിയാവും, നീ ഈ വീട്ടിലെ വെറും സർവൻ്റല്ലേ എന്ന് പറയുകയാണ് മാമച്ചൻ. ആയിക്കോട്ടെ അതിനെന്താ എന്നറിയും, എന്നാലും ഈ വീട്ടിലെ ഗസ്റ്റ് എൻ്റെ അലീന ചേച്ചി, ഞാൻ അലീന ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവാം. വാ ചേച്ചി പറഞ്ഞിട്ട് ദേവതിക്കുട്ടി അങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ അലീന ഇങ്ങനെ പോകാൻ നിൽക്കുക. അപ്പോൾ അലീനയെ വിളിക്കുകയാണ്, അവിടെ നിന്നേ എന്ന് പറയും. അപ്പോൾ എന്തേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും അവിടെ സുഖമാണോ എന്ന് ചോദിക്കും. സുഖമാണ് എന്നറിയും. അപ്പോൾ എല്ലാവർക്കും മോളെ ഇഷ്ടമാണോ ചോദിക്കാൻ. അപ്പോൾ പറയും രണ്ടുപേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് അറിയാം കേട്ടോ. അപ്പോൾ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖം അങ്ങനെ പോണു പറയും. അപ്പോൾ എന്നാൽ ശരിയെന്ന് അറിയാൻ കേട്ടോ. അങ്ങനെ അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ രേവതിക്കുട്ടി ജ്യൂസർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഏത് തരം ജ്യൂസാണ് അടിക്കേണ്ടത് വെച്ചിട്ട് കുറേ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് പോയി, പൈനാപ്പിൾ വേണോ, ഗ്രേപ്സ് വേണോ, ആപ്പിൾ വേണോ, ഓറഞ്ച് വേണോ എന്നൊക്കെ ചോദിക്കും. ഇനി ഒന്നും വേണ്ട, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാലും എനിക്ക് സന്തോഷമാണെന്ന് പറയും. അത് പറ്റില്ല ചേച്ചി ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും, അല്ലെങ്കിൽ എല്ലാം കൂടെ അടിച്ചിട്ടൊരു ജ്യൂസ് തരാം എന്നൊക്കെ ഇങ്ങനെ പറയും. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ. അപ്പോൾ പറയും അവർക്കൊന്നും തോന്നില്ല, ഈ വീട് ഭരിക്കുന്നപ്പോൾ ഞാനാന്ന് പറയും.
നീയോ എന്ന് പറയും. പിന്നെന്താ, ചേച്ചിക്ക് അറിയില്ല, അവരെയൊക്കെ ഞാനാണ് ഇപ്പോൾ ഭരിക്കുന്നത്, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറമല്ല എന്ന് പറയും. എടി അങ്ങനെയൊന്നും പറയാൻ പാടില്ലടി, നമ്മളെപ്പോഴും ജോലിക്ക് നിൽക്കുന്നവരാണെന്നുള്ളൊരു പിന്നെ ഇത് വേണം അവർക്ക്, അവരെ ബുദ്ധിമുട്ടിക്കാറ്. അവർ അതിനെന്താ, നമ്മൾ ജോലിക്ക് നിൽക്കുന്നതാണെങ്കിൽ എന്താ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ പറയും ചേച്ചി പറ, ചേച്ചിക്ക് എന്താ വേണ്ടത്, ചേച്ചി ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ഗസ്റ്റോ, ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കല്ലേ, അതവിടെ, ഇവിടെ ചേച്ചി ഞങ്ങൾക്ക് ഗസ്റ്റാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, മോളെ നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മളുടെ നില മറന്നു പോകരുത് അങ്ങനെ പറഞ്ഞ് രേവതിക്കുട്ടീനെ ഉപദേശിച്ചു കൊടുക്കണം അലീന. അപ്പോൾ പറയും അതൊക്കെ എനിക്കറിയാം എന്ന് പറയണേ. പറയും അവർ പാവങ്ങളാണ്. പറയും ഒന്നുമില്ല ചേച്ചി, അവർ പാവങ്ങളാണ്, അതാണ് എന്നൊക്കെ പറയും. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്, അതാ പറയും. ഇനിയിപ്പോൾ എന്ത് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് എപ്പോഴാണ് പോകണമെന്നൊക്കെ അവർ, എൽസമ്മ എന്ന് തോന്നുന്നു, എപ്പോഴാണ് പോകണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീനയോട് കേട്ടോ. ഇന്ന് പോകുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല, ഇന്നില്ല, നാളെ പോകുന്നുള്ളൂ പറയും. അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അറിയും കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് വല്ലതും മേടിക്കണോ വയ്ക്കുമ്പോൾ വറുത്തതും പൊരിച്ചും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നാണ് രേവതിക്കുട്ടിയുടെ തീരുമാനം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനെടുത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ ചോറ് വിളമ്പുന്നുണ്ട്. ആൻറ്റി ഇരുന്ന് ചോറ് വിളമ്പും. മാമച്ചൻ വന്ന് നിന്നിട്ട് പ്ലേറ്റ് എടുത്ത് വയ്ക്കുമ്പോൾ വെറും മറ്റേത് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് അത് മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിച്ചാൽ മതി ഇവിടെ എന്ന് പറയും. മീൻ ഫ്രൈ ഒക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, അതൊന്നും കഴിക്കണ്ട, അത് ഇവിടെ അലീന ചേച്ചിക്കുള്ളതാണ് മീൻ ഫ്രൈ, അത് കഴിക്കണ്ടെന്ന് പറയും. അങ്ങനെ അവരെ ചിട്ട പഠിപ്പിക്കുക. അപ്പോൾ അലീനോട് ചോദിക്കും, ഇതിന് എവിടുന്നാണ് കിട്ടിയതെന്ന് പറയും. മാമച്ചൻ ചോദിക്കുന്നത് ഇതിനെ എവിടുന്ന് കിട്ടിയെന്ന്. അപ്പോൾ രേവതിക്കുട്ടി എടുത്ത് ഒഴുകി പറയും, അതേ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. തോന്നി ഇനിയിപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയി ഇടേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ പറയും അലീന, ഇത് കണ്ടില്ലേ, ഇതാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ, ഇത് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പാദ്യം എല്ലാം ഞങ്ങളുടെ, പക്ഷെ ഞങ്ങൾക്ക് നേരം വണ്ണം ഭക്ഷണം തരണില്ല എന്ന് സങ്കടം പറയാൻ കേട്ടോ. അപ്പോൾ പറയും, ഇപ്പോൾ അവൾ വന്ന ശേഷം ഞങ്ങൾ വായിക്ക് രുചിയായിട്ടൊരു സാധനം കഴിക്കുന്നില്ല എന്ന് പറയാണ് ആൻറ്റി. അപ്പോൾ പറയും, അത് പറയണം ഇവൾ വന്നതിന് ശേഷം വായിക്ക് രുചിയായിട്ടൊന്നും കഴിക്കുന്നില്ല, ഇവൾ വന്നതിന് ശേഷം ആശുപത്രിയിൽ പോക്ക് കുറഞ്ഞൊന്നും കൂടെ എന്താ അത് പറയാത്തത് ചോദിക്കാനേ രേവതിക്കുട്ടി. അതേ ഞാൻ ഇവിടെ വന്നപ്പോഴേ മിണ്ടുന്നതിന് ഹോസ്പിറ്റലിൽ പോയിരുന്ന ആളുകളായി, ഇപ്പോൾ മാസത്തിൽ ഒരിക്കലേ പോകുന്നുള്ളൂ, ഇത് പിന്നെ അതും കൂടെ അതെന്താ പറയാത്തേ നോക്കിയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ആകെപ്പാടെ ചമ്മി നാറി നിൽക്കുകയാണ്. കാരണം അത് ശരിയാണ്, അത് പറയുന്നില്ല. അങ്ങനെ ഓരോരോ വർത്തമാനങ്ങൾ പറയും. അപ്പോൾ മറ്റേ നമ്മുടെ അലീനയ്ക്ക് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിച്ച് നിൽക്കുകയാണേ. അപ്പോൾ പറയും, പിന്നെ നീ അവിടെ ഇരുന്നു, ഇവിടെ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കണം, അതാണ് ഇവിടുത്തെ നിയമം, അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. മീൻ ഫ്രൈ ഒക്കെ കൂടി. അപ്പോൾ ഞങ്ങൾക്ക് മീൻ ഫ്രൈ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഈ നത്തോലി വറുത്തത് ഈ 2 ചെറുത് നോക്കി 2 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, ഇതാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ മീൻ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ പറയും. മീൻ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂട്ടാൻ അത് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, ഫ്രൈ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും പോകുന്ന 2 സൂക്ഷിച്ച് നോക്കിയിട്ടായിരുന്നു ഏറ്റവും ചെറുത് 2 എടുത്ത് കൊടുക്കണം, ഇതൊക്കെ കൂട്ടി കഴിച്ചാൽ മതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവരുടെ ആ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. കുട്ടിയുടെ അവിടുത്തെ അധികാരങ്ങളും അവളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ട് അലീനൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെങ്ങാനും സ്വന്തം വീട്ടിലായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോയിട്ട് തല തല്ലി പൊളിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അലീന പോകുന്നതിന് ശേഷം ആ വീട്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ കൃഷ്ണമോള് ചോറും കറികളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ബലേന്ദ്രൻ വരുന്നുണ്ട് കഴിക്കാൻ. അപ്പോൾ പറയും, ഇന്നിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണമില്ലേ എന്ന് ചോദിക്കുകയാണ്. പറയാം, അമ്മ ഇങ്ങോട്ടോ സൈറ്റ് നോക്കാനോ ഇങ്ങോട്ടോ പോയിരിക്കുകയാണ്, ബാങ്ക് മാനേജറല്ലേ. അതിനെ രോഹിത്തേട്ടൻ ഇങ്ങനെ മുന്നിലിരുന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. പിന്നെ കാണാനില്ല, ഭവിത ചേച്ചി കിടന്ന് ഉറങ്ങും ചെയ്യുകയാണ് എന്ന് പറയും. അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു വയ്ക്കുമ്പോൾ അതൊക്കെ കൊടുത്തു പറയും. അച്ഛൻ വന്ന് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും അച്ഛനും മകളും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് അപ്പോൾ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, എന്താണ് അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ പിന്നെ ഇവളെ അലീന ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാറായി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്നറിയാണ്. അപ്പോൾ പറയും, അത് ശരിയാണ്, എന്നിട്ടാണ് അതിന് ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അപ്പോൾ അതിനിത് വെച്ചിട്ടാക്കി പോകേണ്ട വല്ല കാര്യമുണ്ടോ, എന്നാലും അതിന് കുറ്റമാണ് അറിയും. ഇപ്പോൾ കൃഷ്ണമോൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അച്ഛന് പറഞ്ഞൂടെ അമ്മോട്, അമ്മ എന്തിനാ വെറുതെ അലീന ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നറിയും. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഈ കുട്ടി, അച്ഛാ
ഇതിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ എന്താ മോളേന്ന് ചോദിക്കുകയാണ്. അച്ഛൻ ഇവിടെ ഹാപ്പിയാണോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യം നമ്മളുടെ ബാലചന്ദ്രൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം രോഹിത് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോറുണ്ണാൻ. അവനെ വിളിക്കുമ്പോൾ അവൻ മിണ്ടാതെ പറയും. അപ്പോൾ കൃഷ്ണനെ പറയുന്നുണ്ട്, അന്ന് അച്ഛൻ തല്ലിൻ്റെ ദേഷ്യമാണ് പറയും. ഞാനൊരു ആണാവാൻ ശ്രമിച്ചതാണ്, നട്ടലുള്ള ഒരു അച്ഛനാവാൻ ശ്രമിച്ചതിനാണ് ഇപ്പോൾ അവൻ എന്നോട് ഇറിബലായിട്ട് കാണിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ കാര്യമൊക്കെ ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അച്ഛനും മകളും കൂടെ ചർച്ച ചെയ്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കുട്ടി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അച്ഛൻ ഇവിടെ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം ഈ ബാലേന്ദ്രനും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ.